ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവർക്കും നൈനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നേരെ വന്നത് അടുക്കളയിലേക്കാണ്. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെക്കാനാണ് പോകുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ അടുപ്പിലാണ് ചോറ് വെക്കാറുള്ളത്, ബാക്കിയൊക്കെയാണ് ഗ്യാസിൽ വെക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അടുപ്പ് കത്തിക്കുന്ന പരിപാടിയിലാണ്. ഇത് ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഞാൻ വെള്ളം എടുക്കുന്നത് കിണറ്റിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വെള്ളം എടുക്കുന്നത് പൈപ്പിൽ നിന്നാണ്. കാരണം പൈപ്പിലെ വെള്ളം ഇപ്പോൾ മോശമില്ലാത്തതാണ്. അതുകൊണ്ട് പൈപ്പിലെ വെള്ളത്തിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അങ്ങനെ ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് വന്നു, ഗ്യാസ് തീർന്നു പോയായിരുന്നു കേട്ടോ. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അടുപ്പിൽ വെക്കണം ചോറും കറികളും എല്ലാം. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ചോറ് വെന്തിട്ട് കറി വെക്കണം, അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പം ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ആ അടുക്കളയിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പുറത്തിറങ്ങണം അടുക്കളയിൽ നിന്ന്. അരി ഇട്ടിട്ടില്ല, വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം രാവിലെ നിന്നിട്ട് എന്തുണ്ടാക്കും അടുപ്പിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഫുഡ് വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ആളിപ്പോൾ ഫുഡൊക്കെ ആയിട്ട് വരും. അതിന് മുമ്പ് ഞാനിവിടെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേച്ച് റെഡിയൊക്കെ ആക്കി ഇരുത്തണം. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും കൂടി നോക്കട്ടെ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം, മുറ്റടിച്ച് വാരണം, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുഞ്ഞു പണികൾ. പിന്നെ ഏറ്റവും വലിയൊരു പണിയുണ്ട്, തുണി അലക്കൽ. അതൊക്കെ കൂടെ കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വേണം. അപ്പം ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ, ബാക്കി എല്ലാം എന്താ വെളിയിൽ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ബാക്കി. പിന്നെ ഒരുപാട് നാളുകളായിട്ട് ഞാനങ്ങനെ ലോങ് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ലോങ് വീഡിയോ വേണം എന്നുള്ളത്. എന്താ സംഭവം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. മടിയാണെങ്കിൽ മടി, അതോ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വല്ലാത്തൊരു മടിയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു മടിയൊക്കെ മാറ്റാൻ ഞാൻ നോക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് പഴയ പോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ലോങ് വീഡിയോ ഇട്, ഡേ ഇൻ മൈ ലൈഫ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും പറഞ്ഞ സമയം കളയുന്നില്ല, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനീഷേട്ടൻ ഫുഡുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ മനീഷേട്ടൻ നേരെ വന്നത് നൈനൂട്ടീൻ്റെ അടുത്തേക്കാണ്. നൈനൂട്ടീനെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാര്യം പെട്ടെന്ന് വിളിച്ച് അവൾ എഴുന്നേൽക്കത്തില്ല, അന്നത്തെ ദിവസം മൂശാട്ടയായിരിക്കും. അതുകൊണ്ട് സോപ്പിട്ട് കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെയാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഇനി ഇവളെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചിട്ട് സ്കൂളിൽ വിടണം. ചായയും അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ള സംഭവം, അടുപ്പത്ത് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കുടിച്ചിട്ടേ ഇല്ല. അടുപ്പത്ത് അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുഞ്ഞിലെയൊക്കെ, പക്ഷേ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഞാനങ്ങനെ അടുപ്പിൽ ചായ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ചായ ഇവിടെ റെഡി ആവുന്നുണ്ട്. നൈനൂട്ടി ആണെങ്കിൽ ഇതാ ഇവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ. ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 9:30 ആകുമ്പോൾ ആൾ കുളിച്ചിട്ട് 10 മണിക്ക് മുമ്പ് സ്കൂളിൽ പോവും. കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. നേരത്തെ ഞാനായിരുന്നു വാരി കൊടുക്കാറ്. ഇപ്പം കുറച്ചുകൂടി വലുതായില്ലേ, വലിയ മോളായതുകൊണ്ട് ഇപ്പോൾ തന്നെത്താനെയൊക്കെ വാരി കഴിക്കാൻ ആൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നൈനൂട്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ സ്കൂൾ ബസ്സിലായിരുന്നു രാവിലെയും വൈകിട്ടും പോകുന്നത്. ഇപ്പോൾ രാവിലെ മനീഷേട്ടൻ കൊണ്ടുവിടുവാണ്, വൈകിട്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ വരാറുള്ളൂ. അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നൈനൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. നൈനൂട്ടി പോകാനായപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. കുളിക്കാത്ത കാര്യം വേറെ ഒന്നും അല്ല, ഈ അടുക്കളയിൽ ഭയങ്കര ചൂടാണ്. കൂടാതെ മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ഒന്നും കൂടി കുളിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ രാത്രി ഇടുന്ന നൈറ്റ് ഞാനങ്ങ് മാറിയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താ, മീൻകറി ഉണ്ടാക്കണം. ഇതെല്ലാം കൂടി വലിയ പണിയാണ് കേട്ടോ. ഗ്യാസ് ഇല്ലാതായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് എല്ലാം അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ മീൻകറി ഉണ്ട്, അതും കൂടി വെക്കണം. ആകെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ മനീഷേട്ടനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. ഇന്ന് ഞാനല്ല കേട്ടോ മീൻകറി വെക്കാൻ പോകുന്നത്, മനീഷേട്ടനാണ് മീൻകറി വെക്കാൻ പോകുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും അല്ല
അല്ലാതെ എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. എങ്കിലും എപ്പോഴും എൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ എൻ്റെ കൂടെ ഒത്തിരി സഹായിക്കാറുണ്ട് മനീഷേട്ടൻ. പിന്നെ കുറച്ച് ജോലിയൊക്കെ എൻ്റെ അരിയിലും വെറുക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറിയും വെന്ത് മനീഷേട്ടൻ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മീൻകറി സെപ്പറേറ്റ് ആയിട്ട് ഒരു മീൻ പീര പോലെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ മീൻ. അതും അടുപ്പത്ത് വേവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് തൂത്തിട്ടിട്ട് ഞങ്ങൾ നേരെ ആറ്റിലേക്ക് പോവാണ്. കുറച്ച് തുണി കഴുകാനുണ്ട്. പിന്നെ അടുക്കളയിൽ നിന്ന് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് നേരെ ആറ്റിൽ പോയെന്ന് മുങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കടവിലേക്കാണ് കുളിക്കാൻ വന്നത്. ഇവിടെ ഉള്ളൂ തണുപ്പ്, ബാക്കി എല്ലായിടത്തും ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഈ കടവിലേക്ക് ഇങ്ങ് വന്നു. എൻ്റെ കോലം കണ്ടോ, ഈ ഒരു പരുവായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊല്ലത്തിൽ ഞാൻ വന്നു. ഇപ്പം മനസ്സിലായില്ലേ നൈറ്റിയൊക്കെ ഊരിയതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം നമുക്ക് നൈറ്റി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ രാവിലെ രാത്രി കിടക്കാൻ നേരം നൈറ്റി ഇട്ടിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നൈറ്റിയൊക്കെ ഊരിയിട്ട്, കാരണം ഒത്തിരി തിരക്കുള്ള സ്ഥലമല്ലേ. നിങ്ങളെന്നാ ചേട്ടാ സാധകം ചെയ്യുവാണോ? ചേട്ടാ സാധകം ചെയ്യുവാണോ? ഇറങ്ങട്ടെ. അപ്പോൾ ഞാനും ഇറങ്ങട്ടെ. ഇതേ ഒരു ബക്കറ്റ് തുണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞാനും ഇതേ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ നേരത്തെ ഈ കടവിലല്ലായിരുന്നു വരുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങ് അപ്പുറം വേറൊരു കടവുണ്ട്, കുറേ കടവുകളുണ്ട്. ഞങ്ങൾ അപ്പുറത്തായിരുന്നു പോവാറുള്ളത്. ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മരമൊക്കെ വെട്ടിയത് കൊണ്ട് ഈ സമയത്ത് ഒട്ടും അവിടെ നിന്ന് കുളിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലാണ്. അല്ലേലേ ചൂട്, അതിൻ്റെ കൂടെ ആ വെയിലത്ത് നിന്ന് കുളിക്കൽ തീരെ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ആകുമ്പോൾ നല്ല തണലുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല തണലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ്. അപ്പം ഞാൻ സമയം കളയുന്നില്ല, നേരെ ഇറങ്ങി കുറച്ച് തുണി കഴുകാനുണ്ട്, കുളിക്കണം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ എന്തായാലും കുറേ നേരത്തെ അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമായി. ഇപ്പോൾ തന്നെ ആറ്റിലിറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ മുറ്റത്ത് കുറച്ച് തുണി കഴിഞ്ഞ ദിവസത്തെ ഉണങ്ങാൻ ബാക്കിയുള്ളത് എടുത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറിനാനിരുന്നു, മീൻകറി, മീൻ പറ്റിച്ചത്, അതുപോലെ ഈ ഒരു മെഴുക്ക് വരട്ടി, പിന്നെ മീനും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനും മനീഷയുടെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ ഒരു എഡിറ്റിങ്ങിൽ ആയിരുന്നു ഇത്ര നേരം. പിന്നെ ഇപ്പം നൈനോട്ടിൻ്റെ ബസ് വരാൻ സമയമായി. അപ്പം ഞാൻ റോഡിലേക്ക് വന്നേക്കാണ് നൈനോട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. കടിക്കല്ലേ ഞാൻ? കടിക്കത്തില്ലത്. അയ്യോ ആണോ? ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നുമില്ല. പോയി ബാഗ് ഊരിട്ടിട്ട് കുളിക്കും. യൂണിഫോം ബാസ്ക്കറ്റ് ഊരിയിട്ട് കഴിഞ്ഞോ? തോർത്തി കഴിഞ്ഞോ? തോർത്തി കഴിഞ്ഞോ? ഇല്ല.
അങ്ങനെ നൈനൂട്ടി കുളിച്ചിട്ട് എത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്നല്ലേ, ഭക്ഷണം കഴിക്കണ്ടേ ഇനി. അപ്പം ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറിയും അതുപോലെ തന്നെ മീൻ പീരയും തോരനും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. മുള്ളുള്ളത് കൊണ്ട് കുഞ്ഞിന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തന്നെത്താനെ. അതുകൊണ്ട് ഞാൻ വാരിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോഴും കാർട്ടൂണൊക്കെ വെച്ച് കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ വേണം. അപ്പോൾ ഫോണിനെക്കാട്ടി നല്ലതല്ലേ ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ നൈനൂട്ടിക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നൈനൂട്ടിക്ക് ചോറ് കൊടുക്കട്ടെ. അപ്പോഴാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുൾ റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല. എഡിറ്റിംഗ് ആയിരുന്നു പരിപാടി. പിന്നെ ഇപ്പോൾ നൈനൂട്ടി വന്ന് നൈനൂട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. വിശപ്പ് വന്നപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ വന്നിട്ട് ഇത് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. നൈനൂട്ടിക്ക് ഒരു പാലും വെള്ളവും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആക്കുകയാണ്. വെള്ളം രണ്ടും തിളച്ചിട്ടുണ്ട്. ഇനി പാൽ ഒഴിക്കണം, മാഗി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. മാഗി പൊട്ടിക്കാൻ പോവാണേ. സോറി, നൂഡിൽസ് ഇതിനകത്തേക്ക് ഇട്ടു. ഇതിൽ മാഗി പോലെ അല്ല കേട്ടോ, വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലാണിതിന്. പിന്നെ മാഗിയുടെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അത് മടുത്തു. ഇതങ്ങനെയല്ല കേട്ടോ, അതങ്ങനെയാണ്. ഇപ്പം എൻ്റെ മുഖത്ത് സന്തോഷമില്ലേ? അതെന്താണെന്നറിയാമോ? ഉച്ച കഴിഞ്ഞ സമയത്തേക്ക് ഞങ്ങളുടെ ഗ്യാസ് കൊണ്ടുവരുന്ന ചേട്ടൻ പുതിയ ഗ്യാസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിലാണ് മാഗിയും ചായ എല്ലാം കൂടി ഒരുമിച്ചാക്കി കഴിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരുപാടായില്ലേ നിങ്ങൾ കണ്ടിട്ട്? ഒത്തിരി പേര് പറയാറുണ്ട് ലോങ് വീഡിയോ ഇട്, ഡേ ഇൻ മൈ ലൈഫ് ഇട്. കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. പൂച്ച തമ്മിൽ കടി ഉണ്ടാക്കുന്ന ശബ്ദം. മോനെ കിറ്റിയെ നോക്കിയേ, കിറ്റിയെ നോക്ക്, അപ്പുറത്തോട് ചെന്ന് കിറ്റി നോക്ക്. വേറെ പൂച്ച വല്ല മറന്നിട്ട് ഓടിക്കേ. കിറ്റി ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നേ. ഇപ്പം ഇവിടുന്ന് ഓടിപ്പോയതാ. അവിടുന്ന് ഏതോ പൂച്ചയായിട്ട് വഴക്കുണ്ടാക്കൊണ്ട് ഓടിയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം തള്ളി നീക്കി സന്ധ്യ ആയിട്ടുണ്ട്. ഒരു കുളിയൊക്കെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലി കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നു. അപ്പോഴേക്കും നൈനൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അവളെ ഇരുത്തി പഠിപ്പിക്കണം. ഹോംവർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ നൈനൂട്ടിയെ പഠിപ്പിക്കട്ടെ. നൈനൂട്ടി എന്തെടുക്കാൻ പോവാം? സത്യം. അപ്പോൾ ദേ ഞാൻ പഠിക്കുന്ന കാണിക്കാം. ഞാൻ ദേ ഇതുണ്ടോ, വൈകുന്നേരം ഒരു വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കോലമാണിത്. ഇതാ തല നിറച്ച് ചന്ദനവും സിന്ദൂരും എല്ലാം ആയിട്ട്. ഇത് എപ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ. നൈനൂട്ടി പഠിക്കുന്ന കാണിക്കുന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം നൈനൂട്ടിനെ പഠിക്കാൻ പോവാണ്. അപ്പോൾ നൈനൂട്ടിനെ പഠിപ്പിക്കാൻ ഒരാൾ കൂടെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ നൈനൂട്ടിനെ പഠിപ്പിക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ നൈനൂട്ടി ഉറങ്ങിയിട്ടുണ്ട്. മനുഷ്യേട്ടന് വെള്ളം കുടിക്കാൻ പോയേക്കാം, വരും. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ കുറച്ച് നേരം നൈനൂട്ടി ഇവിടെ ഇരുന്ന് പഠിച്ചു, ഹോംവർക്കൊക്കെ ചെയ്തു. അതിനുശേഷം വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ ബിഗ് ബോസൊക്കെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാ ആൾ കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് ആൾ ടീഷർട്ടൊക്കെ ഊരിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയുള്ള ടാറ്റാ.